അമ്മാവാ അത്യാവശ്യമായിട്ട് എന്തിനാ എന്നെ കൽക്കട്ടെന്ന് വരുത്തിയേ? എന്താ പഴം പിഴിഞ്ഞ പോലെ നിക്കണേ? വല്ല പ്രേമനൈരാശ്യം മറ്റാണോ? ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചു നീ കേട്ടിട്ടില്ലേ? അതാ എന്റെ അവസ്ഥ. എനിക്കൊരു മംഗലം നടന്ന് കാണാൻ തനിക്ക് ആഗ്രഹമില്ലേ? എന്താ അമ്മാവായി പറയണേ? മൂത്ത് നരച്ച് നിക്കണ അമ്മാവനൊരു മംഗലം നടന്ന് കാണാന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമല്ലേ? അതിനുള്ള അവസരം എനിക്ക് നിഷേധിച്ചു ആ ചാരി. എന്റെ സമ്പാദ്യം മുഴുവൻ ചെലവാക്കി ആ ചന്ദ്രകലയെ സ്വന്തമാക്കാൻ ഒരുങ്ങിയതാ. അവൻ കൂടെ നിന്ന് എന്നെ ചതിച്ചു. അപ്പൊ ഒഴിഞ്ഞു മാറുക ബുദ്ധി, വേറെ വഴിയില്ല. വഴിയുണ്ട്. കൽക്കത്തയിലുള്ളൊരു ബാബുജിയെ താൻ അറിയോ? അങ്ങേര് വലിയ ഡോണല്ലേ? അങ്ങേരുമായിട്ട് അമ്മാവനെന്താ ബന്ധം? അവൻ എന്നെ മാത്രല്ല അയാളെ കൂടി ഇപ്പൊ പറ്റിച്ചോണ്ടിരിക്കുക. എന്ത് പറ്റിച്ചുന്നാ? അവനെ പോലെ തന്നെയുള്ള മറ്റൊരുത്തരുണ്ട്. അവന് പകരമായി ഇവൻ ഒരു വലിയ സംഖ്യ കൈപ്പറ്റിക്കൊണ്ട് കൽക്കത്തയിൽ പോയിരിക്കുകയാണെന്ന് അഗ്രഹാരത്തിൽ ഒരു സംസാരമുണ്ട്. ഈ അവസരം നമ്മൾ ഉപയോഗിക്കണം. സത്യങ്ങളെല്ലാം ബാബുജിയെ അറിയിക്കണം. അത് നിസ്സാരല്ലേ, നമുക്ക് നോക്കാം. ഒരുപക്ഷെ നടന്നില്ല അച്ഛാ, നമുക്ക് അവനെ തീർക്കണം. അതിന് നീ തയ്യാറായിരിക്കുക. നമ്മളായിട്ട് അത് ചെയ്യണോ? അവൻ തിരിച്ച് നമ്മളെ അങ്ങോട്ട് തീർത്താലോ? നിനക്ക് പറ്റില്ല അച്ഛാ, നോം തന്നെ അവന്റെ കഥ കഴിക്കും. അമ്മാവന് ഇത്രയും ശൗര്യം ഉണ്ടാവുന്നു നോം നിരീക്ഷിച്ചില്ല. നീ മാത്രമല്ല, നോമും നിരീക്ഷിച്ചിട്ടില്ല. എന്താ ഒരു പുജ്ഞം? എന്തായാലും ശാന്ത നൈറ്റ് ഡ്യൂട്ടിയാ? താങ്ക് യു. എന്താണ് മോളിയാന്റെ നേരത്തെ എന്നോട് ഫോണിൽ പറഞ്ഞ പുതിയ വീസ എവിടെയാ? ഹാ ബാബുജി, അവളവിടെ വെയിറ്റ് ചെയ്യാ. ജാओ എൻജോയ് കരോ. ജായേ ജായേ. ആളൊരു കിളന്താണല്ലോ. അല്ല മോളെ, നീ നമ്മുടെ നാട്ടുകാരിയാ? അതെ. ഉദ്ഘാടകൻ ഞാനായത് നിന്റെ ഭാഗ്യം. ഞാൻ കൈവച്ചവരൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട്. അത്ര കൈപുണ്യ കൊച്ചെനിക്ക്. ഇത് ഒറിജിനലോ ഡ്യൂപ്ലിയോ? ഏയ് ആരാ നീ? ഒറിജിനലാ എന്റെ പൊന്നനിയാ. ഞാനിവിടെ ഒരു ഉദ്ഘാടനത്തിന് വന്നാ. ഈ അടിയും പിടിയും നമുക്ക് ശരിയാവില്ല. എന്നാ ഞാൻ പോട്ടെ. എന്റെ അച്ഛനുള്ള ഐലൻഡ് ഏതാടാ? സത്യമായിട്ട് എനിക്കറിയില്ല. എനിക്കെന്നല്ല, ആർക്കും അതറിയില്ല. പരമരഹസ്യമാക്കി വെച്ചിരിക്കുക അണൻ ആ സ്ഥലം. ധനരാജിന് മാത്രമേ ആ സ്ഥലം അറിയൂ. എന്നെ വിശ്വസിക്കേ. ആ ധനരാജ് ഇപ്പൊ എവിടെ ഉണ്ട്? അവൻ എവിടെ ഉണ്ടാവും ആർക്കും അറിയില്ല. പക്ഷേ എല്ലാ വെള്ളിയാഴ്ചയും സൈക്ലോൺ പബ്ബിൽ വരാറുണ്ട്. അവിടെ വെച്ച് നിങ്ങൾക്ക് അവനെ പിടിക്കാൻ പറ്റും. എന്നെ വിട്ടേക്കനിയാ. ഇനി ഒരുപാട് ഉദ്ഘാടനങ്ങൾ നടത്തണമെന്ന് ആഗ്രഹമുണ്ടേ. അമ്മേ മഹാമായി, ഇവന്മാര് രണ്ടുപേരാണെന്നുള്ള ഭീകരസത്യം അണ്ണനെങ്ങാനും അറിഞ്ഞ അതോടെ എന്റെ കട്ടയും പടവും മടങ്ങും. ആ ബാബുജിയുടെ അഡ്രസ് പിടിച്ചോളാ. എന്താണ് ചോട്ടാബായി പറയണത്? അതെ തിരുമേനി, ആ നരസിംഹൻ ഇവിടൊക്കെ തന്നെയുണ്ട്. ഓർക്കുമ്പോ ചങ്ക് കിട്ടും. പിന്നെ അവനെ പിടിച്ചൂടെ? പുലിമുടെ കൊണ്ട് കൈയിട്ട് കടി വാങ്ങിക്കാൻ എനിക്ക് താല്പര്യമില്ല. നരസിംഹനെ കാണാൻ ഹൈദരാബാദിൽ നിന്നാരോ വന്നിരിക്കുന്നത്. കാണാൻ മാത്രം ആരാ? ഗുരുദേവാ, അവിടെന്നോ? നിന്റെ വേഷപ്പകർച്ച ഗംഭീരായിട്ടുണ്ടോ? താങ്ക് യു ഗുരുദേവ. അതിരിക്കട്ടെ, എന്താ ഈ വരവിന്റെ ഉദ്ദേശം? നോം വന്നതല്ലടാ, നിന്റെ വില്ലനായി അവതരിച്ചതാ. എന്താ ഗുരുദേവ, വില്ലത്തനം പാവാണ് കേട്ടോ. നോം വില്ലനായിരുന്നില്ല, നായകനായിരുന്ന നമ്മെ നീയും ചന്തുവും കൂടി വില്ലനാക്കിയതാ. ഇപ്പൊ എന്റെ ഗുരുദേവൻ എന്താ വേണ്ടേ? ചന്ദ്രകല. അപരാധം അപരാധം, ഞങ്ങളുടെ നിശ്ചയം കഴിഞ്ഞതല്ലേ? സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ സാധന നടത്തേണ്ടി വരും. ഏത് സത്യം? നീയല്ല എന്നുള്ള സത്യം. നിന്നെ കാശ് എന്ന് വിലക്കെടുത്താന്നുള്ള സത്യം. ഈ കാര്യം ബാബുജിയുടെ ചെവിയിലെത്തിയ എന്താ സംഭവിക്കാന്നറിയാലോ? അത്രയ്ക്കങ്ങട് വേണോ ഗുരുദേവ? വേണമെന്ന് തന്നെയാ. മനസ്സ് മാറ്റില്ലേ? കൗപീനം മാറ്റിയാലും തോന്നും നമ്മുടെ മനസ്സ് മാറ്റില്ല. ശരി, നിക്ക് ഒരു നിമിഷം സമയം തരിക. എന്തുവാ ഗുരുദേവൻ എന്നോട് പ്രതികാരം ചോദിക്കാൻ വന്നിരിക്കുക. ബാബുജിയോട് പോയി സത്യമൊക്കെ പറയത്രേ. അവനെ ഇപ്പൊ തന്നെ അങ്ങ് തടയരുത്. ഇപ്പൊ നമുക്ക് വെറുതെ എടുത്തുയാട്ടമല്ല, ബുദ്ധിയാണ്. വരാൻ പാടില്ലാത്തടുത്ത് വരാൻ പാടില്ലാത്ത സമയത്ത് അവൻ വന്നു. ഇനി അവൻ തിരിച്ചു പോകരുത്. എന്താടാ നോക്കുന്നേ? അടിക്കണോ? എങ്കിൽ അടിക്കടാ.